ഹലോ സുസാമൻ, ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വരല്ലേ? ഒന്ന്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഇവിടെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെയധികം ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാരായിരിക്കും. ഇതുപോലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെഷീൻസ്, എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിൽ നിങ്ങളുടെ യുവകാവ് ചെയ്യുന്നത് വരെയുള്ള നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേഷ്യൻസ് പോകുന്നത് വരെ ക്യൂപഫിലേക്ക്, മുൻഫിലേക്ക് ഇതുപോലുള്ള എല്ലാ രീതിയിലുള്ള ഫ്ലേഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ മാറി മാറി വരുന്ന ടെമ്പറേച്ചർ, കൾച്ചർ, ഫുഡ് ഒക്കെ ആയിട്ടൊന്ന് മാനേജ് ചെയ്യുന്നവരെ നമുക്ക് നല്ല രീതിയിൽ ടൈം എടുക്കും. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന്, ലാംഗ്വേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫ്ലേഗ് വെറൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 1-1.5 വർഷം എടുക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരോട് ഫ്ലുവന്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊവൈഡഡ് നിങ്ങൾ എല്ലാ ദിവസവും നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയതുകൊണ്ട് ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ടൈം എടുക്കുന്നത് കൊണ്ടും ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഹൗസ് ബിൽഡിംഗ് ഈസി ആണെന്ന് വിചാരിച്ച് ആരും തന്നെ ഇരിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഓവർകം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമയം എടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പേഷ്യൻസും ആയിരിക്കണം നമ്മൾ.